നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി ഭരണാധികാരിയും ഇരുഹറം സേവകനുമായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സകൾ നടന്നു വരികയാണ്. പിത്താശയത്തിലെ പഴുപ്പിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതേ തുടർന്ന് ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ടെസ്റ്റുകൾ ചെയ്ത് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2015 മുതൽ സൗദി ഭരണാധികാരിയാണ് സൽമാൻ രാജാവ്. 84 വയസ്സാണ് പ്രായം. പിത്താശയത്തിൽ പഴുപ്പ് കണ്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലാണ് ചികിത്സ പുരോഗമിച്ചു വരുന്നത്. വാർത്തയെ തുടർന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയുടെ സൗദി സന്ദർശനം മാറ്റിവെക്കുകയുണ്ടായി. അതേസമയം പരിശോധന പുരോഗമിക്കുന്നതായി സൗദി പ്രസ് ഏജൻസി അറിയിക്കുകയുണ്ടായി. സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ മകനായി 1935 ഡിസംബർ 31 റിയാദിലായിരുന്നു സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ ജനനം. 50 വർഷത്തോളം റിയാദ് ഗവർണറായി. 2015 ജനുവരി 23 സൗദി ഭരണാധികാരിയായി ചുമതലയേൽക്കുമ്പോൾ പ്രായം 79. അതിവേഗത്തിൽ സൗദി അറേബ്യയെ സാമ്പത്തികമായും സാമൂഹികമായും മാറ്റിമറിക്കുന്ന ഭരണാധികാരി കൂടിയാണ് സൽമാൻ രാജാവ്. ആശുപത്രി വാർത്തയെ തുടർന്ന് വിവിധ രാഷ്ട്ര തലവന്മാർ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം നേരുകയാണ്. ഒപ്പം അറബ് ലോകം ഒന്നടങ്കം പ്രാർത്ഥനയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.